നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തേതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, സോയ ചങ്ക്സ് ഫ്രൈ. അപ്പോൾ സോയ ചങ്ക്സൊക്കെ ഒത്തിരി ഫ്രൈ ചെയ്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് സോയ ചങ്ക്സ് എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പാണിത്. അതിന് 1 കപ്പ് അളവ് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോയ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിനകത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 3 ടേബിൾ സ്പൂണോളം തൈരും പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ഒരു 5 ചുവന്നുള്ളിയും 2 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ള ആ പേസ്റ്റാണ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം മൈദയും 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും പിന്നെ ക്രിസ്പിനെസ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ സോയ ചങ്ക്സിൻ്റെ മുകളിൽ ഇങ്ങനൊരു കോട്ടിങ് വരാൻ പാകത്തിന് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എങ്കിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല, ഡയറക്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വച്ചിട്ട് വേണോട്ട് ഫ്രൈ ചെയ്യാൻ. തീരെ കുറച്ച് ലോ ഫ്ലെയിമിൽ വച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരു സൈഡ് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ എല്ലാ വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 3/4 ഭാഗമൊക്കെ ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു 3-4 പച്ചമുളക് നിലത്തി കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റും ഒരു സ്മെല്ലൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനി അപ്പോൾ ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കിയിരിക്കുന്ന സോയ ചങ്ക്സും കൂടി ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ബാക്കിയുള്ള സോയ ചങ്ക്സും കൂടി ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആയി വന്നു കഴിയുമ്പം ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് അതും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സോയ ചങ്ക്സ് ഇവിടെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയ ഫ്രൈ ആണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ ക്രിസ്പി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.